Hi all, welcome to Veranda Race YouTube channel. Thumbnail കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്ന പോസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. CBIയിലെ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് CBI. മാത്രമല്ല CBI ഒരു പവർഫുൾ പോസ്റ്റ് ആണെന്ന് പറയാൻ കാരണം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷന് അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CBI എന്ന് പറയുന്നത്. ഈ ഒരു മിനിസ്ട്രി ഡയറക്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒഫീഷ്യൽ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ മാത്രമാണ്. പൊളിറ്റീഷ്യൻസിന് ഒന്നും നമ്മുടെ ജോലിയിൽ തടസ്സപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല ഇതൊരു നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണോ എന്ന്. പക്ഷേ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല. പകരം നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് നമ്മൾ എവിടെയെങ്കിലും ഫീൽഡ് വർക്കിനൊക്കെ പോകേണ്ടി വരുമ്പോൾ ഓപ്പറേഷണൽ ജാക്കറ്റ്സ് ധരിക്കേണ്ടതായിട്ട് വരും. ഇനി CBIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫീൽഡ് വർക്കും വരുന്നുണ്ട്, ഡെസ്ക് ജോബും വരുന്നുണ്ട്, ഓഫീസ് വർക്കും വരുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ആയിട്ട് പുറത്തു പോകേണ്ട ആവശ്യവും വരുന്നുണ്ട്. നമ്മളെല്ലാവരും നോക്കുന്നൊരു കാര്യം, പിന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് അടുത്ത് പറയാൻ പോകുന്നത്. സാലറി. നമ്മുടെ പേ സ്കെയിൽ വരുന്നത് പേ ലെവൽ 7 ആണ് വരുന്നത്. 44,900 മുതൽ 1,42,400 വരെയാണ് ഇതിൻ്റെ സാലറി റേഞ്ച് വരുന്നത്. പ്ലസ് കുറേ അലവൻസസ് ഒക്കെ അഡീഷണൽ ആയിട്ട് വരും. ഒരു ബേസിക് ലെവൽ പേ ആണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കറപ്ഷൻ, എക്കണോമിക് ക്രൈംസ്, സ്പെഷ്യൽ ക്രൈംസ്, സൈബർ ക്രൈംസ്, ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിന് നമ്മുടെ ജോലിയിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെ, പൊളിറ്റീഷ്യൻസ് മാത്രമല്ല, ഇൻകം ടാക്സ്, എക്സൈസ്, കസ്റ്റംസ്, ബാങ്കേഴ്സ്, ബിസിനസ്മെൻ, അങ്ങനെ പൊളിറ്റീഷ്യൻസ് ഇവരെല്ലാവരും CBI സ്കാനറിന് അണ്ടറിൽ വരുന്നവരാണ്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം എന്തെങ്കിലും അഴിമതിയോ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് നോക്കേണ്ടത്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുന്നത് CBIയിലുള്ളവരാണ്. എക്സാം ക്ലിയർ ചെയ്ത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് അടുത്ത് തരുന്നതെന്ന് പറഞ്ഞാൽ ഗാസിയാബാദിലെ CBI അക്കാഡമിയിൽ ഓൾമോസ്റ്റ് 1 ഇയർ വരുന്ന ഒരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഇങ്ങനെ പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് ആണ്. അതിനുശേഷം അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് അറ്റാച്ച് ചെയ്തും CBI ബ്രാഞ്ചുമായിട്ട് അറ്റാച്ച് ചെയ്തും ട്രെയിനിങ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് ആയിട്ട് ഒരു phase 2 ട്രെയിനിങ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1 ഇയർ വരുന്ന രീതിയിലാണ് ട്രെയിനിങ് തരുന്നത്. ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും ജോബ് വരുന്നത് ഡൽഹി സോണിലാണ്. കാരണം CBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. മാത്രമല്ല ജനറലി പറയുകയാണെങ്കിൽ മെട്രോ സിറ്റീസിലായിരിക്കും ഈ CBI പോസ്റ്റിംഗ് വരുന്നത്. അതായത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരിക. ഇനി അടുത്ത് നമ്മൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കാര്യം ഇനി അടുത്ത് എന്നാണ് പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇനി പ്രൊമോഷൻ ഡീറ്റെയിൽസ് നോക്കാം. സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ കയറുന്ന ഒരാളിന് ആദ്യത്തെ പ്രൊമോഷൻ കിട്ടുന്നത് 5 മുതൽ 6 വർഷം വരെ കഴിയുമ്പോഴാണ്. സബ് ഇൻസ്പെക്ടർ നിന്ന് ഇൻസ്പെക്ടറിലോട്ടാണ് പ്രൊമോഷൻ കിട്ടുക. അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് ഒരു 8 വർഷം കഴിയുമ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് കിട്ടും. അത് കഴിഞ്ഞാലോ അഡീഷണൽ സൂപ്രണ്ട്, അങ്ങനെ തന്നെ മാറി ജനറലായിട്ട് പറയുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ കയറുന്ന ഒരാളിന് സീനിയർ സൂപ്രണ്ട് വരെയാണ് പ്രൊമോഷൻ കിട്ടുക. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജോബ് കിട്ടുക എന്നുള്ളത് അറിയണ്ടേ? അത് എളുപ്പമാണ്. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ, അതാണ് SSC CGL. ഏത് ഡിഗ്രി ഉള്ള ഒരാളിനും SSC CGL അപ്ലൈ ചെയ്യാവുന്നതാണ്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് 3 രീതിയിലാണ്, 3 ലെവലാണുള്ളത്. Tier 1, Tier 2, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത് 3ഉം ക്ലിയർ ചെയ്യുന്ന ഒരാളിന് നമുക്ക് CBIയിൽ പോസ്റ്റിംഗ് കിട്ടും. ഇനി സബ് ഇൻസ്പെക്ടർ എന്നുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് പറയുന്നുണ്ട്. മെൻ ആണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം, വിമൻ ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. അതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നത്
മെന്നിന് മാത്രമേ ഉള്ളൂ 76 സെൻറ്റിമീറ്റർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ വിഷൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് കൂടി വേണം CBI എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ. വേറൊന്നും കൊണ്ടല്ല, DV എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം എക്സാമിന് വേണ്ടി അപേക്ഷിക്കുക. ഇനി എക്സാം എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരിക എന്നുള്ളതും കൂടെ നോക്കണം. കഴിഞ്ഞ ഒരു 3 വർഷത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു 2018 നോക്കിയാൽ 137 ആണ്, അറൗണ്ട് 137 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 2019 147, 2020 ആയപ്പോൾ 132 ആയി. ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഏകദേശം ഒരു 150 അടുപ്പിച്ചാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ CBIയിൽ ഒരു ജോലിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 150 ഗോൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. 150 തന്നെ കിട്ടണം എന്നല്ല, മിനിമം 150 എങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ. ഇനി 150ൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അത്രയും നല്ലത്. കാരണം അങ്ങനെയുള്ളവർക്ക് Tier 2 കൂടി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി SSC CGL എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ Tier 1, Tier 2, DV ഇത്രയാണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഉള്ളതിൽ നിന്ന് പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ വർഷം മുതൽ Tier 1 ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. Tier 1ൻ്റെ മാർക്ക് ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ 3 വർഷത്തെ Tier 1ൻ്റെ കട്ട് ഓഫ് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 130+ അല്ലെങ്കിൽ 140+ ആണ് പറയുന്നത്. ഇനി നമുക്ക് ഈ വർഷം നോക്കുമ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വേക്കൻസി കൂടുതലാണ്. മാത്രമല്ല Tier 1 ക്വാളിഫയിങ് നേച്ചറും കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 140+ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇനി 140 പറഞ്ഞെങ്കിലും അതൊരു ചാൻസ് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഒരു 150 റേഞ്ചിനൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് അത് അടുത്ത എക്സാമിന് കുറച്ചുകൂടി സഹായകമാകും. ഇനി നമ്മൾ CGLനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. CGL എക്സാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് Tier 1, Tier 2 പിന്നെ DV ഈ 3 സെക്ഷനാണ് ഉള്ളതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം വരെയും Tier 1 എക്സാമിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വർഷം പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. Tier 1 എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ CGLൻ്റെ Tier 1 കട്ട് ഓഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2018 നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 137, 2019 ആയപ്പോൾ അത് 147, 2020 ആയപ്പോൾ 132 ആണ് വരുന്നത്. ഇതിനെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു 140+ എന്നുള്ള റേഞ്ചിലാണ് Tier 1ൻ്റെ കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വേക്കൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും കട്ട് ഓഫ് വരണം എന്നില്ല, ഇത് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാലും നിങ്ങൾ ഒരു 150+ എയിം ചെയ്ത് വേണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം 150+ എയിം ചെയ്ത് പഠിച്ചാലുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യുന്നവർക്ക് Tier 2ൻ്റെ എക്സാം ഉണ്ട്. Tier 2 നല്ല ടഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 150+ എന്നുള്ള രീതിയിൽ സ്കോർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ Tier 2 കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ് എപ്പോഴും വിജയത്തിലെത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വരുന്ന CGL നന്നായിട്ട് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ബാങ്ക്, PSC, SSC റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.